കഴുത്തിലും കാതിലുമെല്ലാം തിളങ്ങി നിൽക്കുന്ന മുത്തുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കടലിൽ നിന്ന് വാരിയെടുക്കുന്നവയാണ് മുത്തുകൾ എന്ന് എന്തായാലും അറിഞ്ഞിരിക്കും. എന്നാൽ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടോ? റാസൽ ഖൈമയിലെ അൽ സുവൈദി പേൾ ഫാമിലുണ്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം. മുത്തു കൃഷിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെ പഠിപ്പിക്കും. അറേബ്യൻ ഉപദ്വീപിലെ ഏക പേൾ ഫാമും അൽ സുവൈദിയാണ്. കാണാം അൽ സുവൈദി പേൾ ഫാമിന്റെ വിശേഷങ്ങൾ. നമ്മൾ ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യങ്ങൾ വരുന്നതിന് മുൻപ് അറബ് ലോകത്തിന് മറ്റൊരു ചരിത്രമുണ്ടായിരുന്നു. ആഴക്കടലിൽ നിന്നും മുത്തുകൾ വാരിയെടുത്ത ഒരു ചരിത്രം. ആ ചരിത്രകാലം ഇന്ന് റാസൽ ഖൈമയിൽ അൽ സുവൈദി പേൾ ഫാമിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങോട്ടാണ് ഇത്തവണ അറേബ്യനായി നിങ്ങളെ കൊണ്ടുപോകുന്നത്. റാസൽ ഖൈമയിലെ അൽറാംസ് ഫിഷിംഗ് വില്ലേജിന്റെ കരയിൽ നിന്നും ഏകദേശം 5 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്താലാണ് അൽ സുവൈദി ഫാമിലെത്തുക. പ്രകൃതി മനോഹരമായ റാസൽ ഖൈമയുടെ അൽഹജാർ പർവ്വതനിരകൾ ആസ്വദിച്ചുള്ള യാത്ര ഏറെ മനോഹരമാണ്. അധികം ഓളങ്ങളില്ലാത്ത അറേബ്യൻ ഉൾക്കടലിൽ വെള്ളത്തിൽ വളർന്നു നിൽക്കുന്ന കൂണുകളെപ്പോലുള്ള നിരകളാണ് അൽ സുവൈദി ഫാമിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിലുടക്കുക. മുത്തുകൾ വളരുന്ന ചിപ്പികളെ തിരിച്ചറിയുന്നതിനായിട്ടാണ് ഇങ്ങനെ നിരകൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നാലെ കടൽ വെള്ളത്തിൽ കെട്ടി നിർത്തിയ collect the baby oysters from here.
ശുദ്ധജലവും ഉപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതോടെ അതിമനോഹരമായ മുത്തുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുകയായി. ചിപ്പിക്കുള്ളിലെ മാംസം പച്ചയ്ക്ക് ഭക്ഷിക്കാവുന്നതുമാണ്. ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമാണിതെന്നാണ് ഉബൈദ് പറയുന്നത്. മുത്തുകൾ ശേഖരിച്ചു വെക്കുന്നതിനുള്ള പെട്ടിയും അളയ്ക്കുന്നതിനും ഗുണമേന്മ പരിശോധിക്കുന്നതിനുമുള്ള ഉപകരണങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ്. നാലു വിഭാഗത്തിലായിട്ടാണ് മുത്തുകൾ ലഭിക്കുന്നത്. ആകൃതിയും ഭംഗിയുമാണ് മുത്തുകളുടെ ഗുണവും വിലയും നിശ്ചയിക്കുന്നത്. നിറവും ഭംഗിയും ആകൃതിയും ഒത്തിണങ്ങിയ മുത്തുകൾ ലഭിക്കുന്നത് ഏറെ ശ്രമകരമാണ്. To assemble one, it takes 4 to 5 years of harvest to make one of these. Yes, why? Because they are from the same size, same shape and same color. Like now this have 35 pearls, start from the 8 millimeter and they ends with 11 millimeter. Like from the 2005 till now we have made only 3 pieces of this. And 2 is now with the royal families, 1 with the royal family of Abu Dhabi, 1 with the late Sultan Qaboos from Oman. And the last one is here in my hand. 14 നിറങ്ങളിലാണ് മുത്തുകൾ ലഭിക്കുന്നത്. ഏകദേശം 30 പേർ മുതലുള്ള സംഘമായിട്ടാണ് പഴയകാലത്ത് മുത്തുകൾ എടുക്കുന്നതിനായി പോയിരുന്നത്. സംഘത്തിലെ ഓരോരുത്തർക്കും ഓരോ ജോലിയും നിശ്ചയിച്ചിട്ടുണ്ടാകും. ഏറെ സാഹസികത നിറഞ്ഞ ജോലിയാണിത്. മുത്തുവാരുന്നവർ ആരോഗ്യനില അനുസരിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ശേഖരിക്കും. വാരുന്നയാൾ ഒരു ദിവസം പരമാവധി 200 തവണ വെള്ളത്തിൽ മുങ്ങും. ഇതിനായി പ്രത്യേക വസ്ത്രങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. തണുപ്പ് കാലങ്ങളിൽ 4 മാസത്തോളം നീണ്ടതായിരുന്നു മുത്തു തേടിയുള്ള യാത്രയും. ഇവർക്കായി ഒരുക്കിയിരുന്ന ബോട്ടുകൾക്കും ഏറെ സവിശേഷതകളുണ്ട്. ഭക്ഷണവും വെള്ളവുമെല്ലാം ശേഖരിച്ചുള്ള യാത്രയിൽ മുത്തുകൾ മുങ്ങിയെടുക്കുന്നവർക്കായി ഭക്ഷണ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. UAE-യിലെ അവസാനത്തെ മുത്തുകൃഷിക്കാരിലൊരാളായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ സുവൈദിയുടെ ചെറുമകനായ അബ്ദുള്ള ബിൻ അൽ സുവൈദി 2005-ലാണ് സുവൈദി പേൾ ഫാം ആരംഭിച്ചത്. Muhammad bin Abdullah Suwaidi, he was from Al-Ram, from this area, and we called him the last diver. Why we call him the last diver? Because from the 1940s they stopped going for pearls. Why they stopped? There are reasons. The first reason is World War, and the second reason is in 1920s Japanese cultured pearl Mikimoto. Like they produce more cultured pearls, bigger in size and cheap in price. And the third reason is in 1940s the Gulf countries they discovered the oil. മുത്തുകൃഷിയോടൊപ്പം ലോകത്തിന് അറബ് സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരണം നൽകുകയും സുവൈദി പേൾ ഫാം ലക്ഷ്യമിടുന്നു. അറബ് ലോകത്തെ ഏക മുത്തുഫാമും അൽ സുവൈദി പേൾ ഫാമാണ്. ഇന്ന് UAE വിപണിയിലേക്കുള്ള മുത്തുകളിൽ ഏറിയ പങ്കുമെത്തുന്നതും ഇവിടെ നിന്നുമാണ്. അൽ സുവൈദി ഫാമിലെത്തിയാൽ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ സംസ്കാരം കൂടെയാണ് ഇവിടെ പുനർജനിച്ചിരിക്കുന്നത്.